തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങിയയാൾക്ക് ദാരുണാന്ത്യം. കേരള ബാങ്കിലെ ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, വിവരങ്ങൾ എന്താണ്? ദാരുണമായ സംഭവം. രജിത്ത്, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് ഉല്ലാസ് എന്ന കേരള ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും മറ്റൊരു KSRTC ബസ്സിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങി ദാരുണമായി മരിച്ചത്. മാത്രമല്ല, ഞാൻ ഈ സ്ഥലം, ഈ അപകടം ഉണ്ടായത് തന്നെ അത് ഈ സ്ഥലത്തിലെ ഈ പ്രദേശത്തെ KSRTCയുടെയും ഒപ്പം പ്രൈവറ്റ് ബസ്സിൻ്റെയും മത്സരവും കാരണമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഈ ആളെ കൊന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അത്രയും അശാസ്ത്രീയമായാണ് ഇവിടുത്തെ KSRTC ബസ്സിൻ്റെയും പ്രൈവറ്റ് ബസ്സിൻ്റെയും ഇവിടുത്തെ മത്സരയോട്ടവും പരസ്പരമുള്ള മത്സരവും. ഈ തൊട്ടുഭാഗത്ത് നമ്മളിപ്പോൾ വിഷ്വലിൽ കാണിക്കുന്ന ആ പ്രദേശം, അത് KSRTCയുടെ നോർത്ത് ബസ് സ്റ്റാൻഡാണ്. തൊട്ടപ്പുറത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശരിക്കും ഇവിടെയല്ല, ഇതിനപ്പുറത്ത് പ്രൈവറ്റ് ബസ് നിർത്തേണ്ട മറ്റൊരു സ്ഥലമുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ് എത്ര പറഞ്ഞാലും കേൾക്കാതെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാം. നമുക്ക് 1 മിനിറ്റ് ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ പോലും ആ അശാസ്ത്രീയത കാണാൻ കഴിയും. റോഡിന് നടുവിൽ നിർത്തി ആളെ കയറ്റുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അതിനെ എത്ര പറഞ്ഞാലും ഈ 2 കൂട്ടരും കേൾക്കാറുമില്ല. അങ്ങനെ നേരത്തെയും മുൻപും ഈ പ്രദേശത്ത് സമാനമായി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യം നമ്മുടെ തന്നെ വാർത്തയിൽ, പൊതുജനം കഴുതയല്ല വാർത്തയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ഇങ്ങനെ നേരിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവുകയും അതിന് പിന്നാലെ ഈ പ്രദേശത്ത് നിയന്ത്രണം കൊണ്ടുവരികയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പൊ ഇത് കാണിച്ചുണ്ടോ, എവർക്ക് എന്തും ചെയ്യാം. മറ്റുള്ളവർ ആരെങ്കിലും ഇതുപോലെ വന്നുവിട്ട് ആരെയും വിടത്തില്ല. അതാണ് ഇവിടുത്തെ കാരണം. അത് അങ്ങോട്ട് പറഞ്ഞു, എന്നാലേ ഇതിന്റെ വ്യവസ്ഥ അറിയണമെന്നുണ്ട്. തീർച്ചയായും ആ പ്രതികരണം അത് അത്രയും ജെനുവിനായ പ്രതികരണമാണ്. കാരണം നമുക്ക് തന്നെ ബോധ്യമുള്ളതാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വെറും 200 മീറ്റർ അപ്പുറമാണ് ഈ പ്രദേശം. ഇവിടെ അങ്ങേയറ്റം തോന്നിവാസമാണ് KSRTCയുടെയും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെയും ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്രയും വൈകാരികതയോടുകൂടി തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ആളെ കൊല്ലുന്ന മത്സരയോട്ടം, ആളെ കൊല്ലുന്ന മത്സരമാണ് ഇവിടെ പരസ്പരം. ഇപ്പോൾ ആ റോഡിലൊരു ബസ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരി ആ ദൃശ്യങ്ങൾ പാൻ ചെയ്ത് കാണിക്കും. ആ ദൃശ്യം MAR എന്ന് എഴുതിയിരിക്കുന്ന ആ ബസ് റോഡിനെ നടുക്ക് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ സിഗ്നലാണ്, ഇവിടെ മറ്റ് യാത്രക്കാർക്ക് പോകേണ്ട വഴിയാണ്. അങ്ങനെ ഓരോ സമയത്തും ഈ നിലയിൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക്, തലസ്ഥാന നഗരത്തിൽ തന്നെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നത്, ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്കാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിന് പിന്നാലെ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ തന്നെ പലതവണ ഇവിടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൊതുജനം കഴുതയിൽ പോലും ആ വാർത്ത നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇവിടെ പോലീസിന്റെ പ്രത്യേക കാവലുണ്ടായിട്ടുണ്ട്. പിന്നാലെ നിർദ്ദേശം ഉൾപ്പെടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബസ് പാർക്ക് ചെയ്യേണ്ടതില്ല, തൊട്ടപ്പുറത്ത് അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും വിലപ്പോയിട്ടില്ല, ഒന്നും അവർ അംഗീകരിച്ചിട്ടില്ല, അനുസരിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായി പലതവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും മരണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ശേഖരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ CCTV ദൃശ്യം ലഭിച്ചാൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നമുക്ക് ഒരു കാര്യം, ഇപ്പോൾ മറ്റൊരു ഗതാഗതക്കുരുക്ക് കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോന്നുംപടി ഒരു KSRTC ബസ് റോഡിന് നടുക്കേക്ക് കൊണ്ട് നിർത്തിയിരിക്കുന്നു. പ്രൈവറ്റ് ബസ് തൊട്ടുപിറകിൽ നിർത്തിയിരിക്കുന്നു. മറ്റൊരു KSRTCയുടെ സ്വിഫ്റ്റ് ബസ് ആ റോഡിൽ തന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഈ നഗരത്തെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കിലേക്ക് മാറ്റുന്നത്, ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കിലേക്ക് നയിക്കുന്നത് ഈ പ്രദേശത്ത് ഈ ബസ്സുകാർ തമ്മിലുള്ള മത്സരമാണ്. അതിൻ്റെ ഭാഗം ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക് അത് തമ്പാനൂർ വരെ നീളുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എത്രയും ട്രാഫിക് ലൈറ്റുകൾ പച്ച കത്തിയാലും മറ്റൊരു വാഹനങ്ങൾക്കും പോകാൻ പോലും അനുവദിക്കാത്ത നിലയിൽ ഇവിടെ ഈ ബസ്സുകളുടെ മത്സരം ഇവിടെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. നേരത്തെ നമ്മളോടൊരു ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പ്രതികരിച്ചത്. ആ ഓട്ടോ ഡ്രൈവറുടെ വൈകാരിക പ്രതികരണമല്ല, മാത്രമല്ല അത് സത്യമാണ് എന്ന് നമുക്ക് തന്നെ നേരിട്ടറിയാവുന്ന വിഷയമാണ്. നമ്മൾ പോലും പലപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് പരിസരത്താണ് ഈ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന
ഗതാഗത കുരുക്ക് നേരിട്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള മര്യാദയും കാണിക്കാത്ത മത്സരം, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും അങ്ങേയറ്റം ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനായ കേരള ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഉല്ലാസ് എന്ന കൊല്ലം സ്വദേശിയാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:45 നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ഒരു KSRTC ബസ്സിൻ്റെയും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും ഇടയിൽ കുരുങ്ങിയാണ് മരണം എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. ആ നിലയിൽ വലിയ അപകടങ്ങൾ മുൻപും ഇവിടെ മരണം ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആളെ കൊല്ലുന്ന ഈ മത്സരയോട്ടം എന്ന് നിർത്തും, എന്ന് അവസാനിക്കും എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. നഗരത്തിന്റെ ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമാണത്. അവിടെ ഈ ഇത്തരത്തിലുള്ള കാഴ്ചകൾ സലീം കാണിച്ചതുപോലുള്ള ഈ നിയമമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ മത്സരയോട്ടവും ഈ നിയമം മറന്നുള്ള ഈ പാർക്കിങ്ങും ആളെടുക്കലും ഇതൊക്കെ അവിടെ നിത്യസംഭവമാണ്. അത് അവിടെ ട്രാഫിക് പോലീസുകാരെയും കാണാറുണ്ട്. പക്ഷേ അവർ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊന്നും ചോദ്യം ചെയ്യാനോ നടപടിയിലേക്കോ കടക്കാനോ സാധാരണ ചെയ്യുന്നത് കാണാറില്ലല്ലോ സലീം. തീർച്ചയായും അതെ റീജിത്ത്. അതിനുശേഷം ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തന്നെ നേരിട്ട് ഗതാഗത മന്ത്രിയെ ഈ വിഷയം ബോധ്യപ്പെടുത്തിയിരുന്നു ഒരിക്കൽ. അതിനുശേഷം 2 ദിവസം ഇവിടെ കനത്ത പരിശോധനയുണ്ടായിരുന്നു. ഇവിടെ കാര്യങ്ങൾ നേരെ പോയതുമാണ്. അതിന് പിന്നാലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം എന്ത് നമുക്കിപ്പോൾ തന്നെ കാണിക്കാൻ കഴിയും. കാര്യം ഇത് നോക്കൂ, ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ ഈ റെഡ് സിഗ്നൽ ഇപ്പോഴാണ് പച്ച ലൈറ്റ് കത്തിയത്. അതിന് തൊട്ട് മുൻപേ ഇവിടെ നിന്നും യു അടിച്ച് പോകേണ്ട വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിൽ അവിടേക്ക് ഒരു വാഹനം കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. മറ്റു വാഹനങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഈ KSRTCയുടെയും പ്രൈവറ്റ് ബസ്സിൻ്റെയും ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSRTCയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള വിശദീകരണം അത് ഒരു തരത്തിൽ ശരിയാണ്. പക്ഷേ അതായത് ഇത് KSRTCയുടെ നോർത്ത് ബസ് സ്റ്റാൻഡാണ്. KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി പ്രത്യേകം സ്ഥലവും അനുവദിച്ചിട്ടുണ്ട്. അവിടേക്ക് ബസ് കയറാൻ പോലും അനുവദിക്കാതെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ്, റോഡിന് നടുകിൽ തന്നെ നിർത്തുകയാണ്. അതോടുകൂടി ഈ മറ്റു ബസ്സുകൾക്കൊന്നും ഇവിടെ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ KSRTC കൂടി ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് KSRTC ബസ്സിൻ്റെ വിശദീകരണം. പക്ഷേ ചില ഡ്രൈവർമാരെങ്കിലും റോഡിന് നടുകിൽ തന്നെയാണ് KSRTCയുടെയും ബസ് ഇടുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് പ്രൈവറ്റ് ബസ്സിന് നിർത്താൻ അധികാരമുള്ള സ്ഥലമല്ല, അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലമല്ല. അവിടെയാണ് ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ്സുകാർ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. മാത്രമല്ല വിരലിലെണ്ണാവുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആകും ഇവിടെ ഉണ്ടാവുക. അവർ പരമാവധി ആ ജോലി അതല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷേ അതൊന്നും ചെവിക്കൊടുക്കാതെയാണ് പ്രൈവറ്റ് ബസ്സുകാർ ഇത്തരത്തിൽ ഈ സൈഡിൽ വാഹനം നിർത്തുന്നത്. മാത്രമല്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കാം. ഈ റോഡ് സൈഡിൽ ഇപ്പോൾ കിടക്കുന്ന ആ ബസ് റോഡിലാണ് കിടക്കുന്നത്, റോഡിന്റെ വശത്തല്ല കിടക്കുന്നത് എന്ന് ആലോചിക്കണം. സാധാരണ മനുഷ്യർ സഞ്ചരിക്കേണ്ട റോഡിൽ കിടക്കുകയാണ്. അങ്ങനെ ഇവരുടെ മത്സരമാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. റീജിത്ത്, ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നിയമമെല്ലാം മറന്നുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ KSRTC ബസ്സൊക്കെ അവിടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിറങ്ങി ആളെ എടുക്കുന്നത്, അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ്സുണ്ടെങ്കിൽ റോഡിൻ്റെ നടുക്ക് നിർത്തി ആളെ വിളിച്ചു കയറ്റുന്നതുമൊക്കെ അവിടെയുള്ള സ്ഥിരം കാഴ്ചയാണ്. എന്തായാലും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. നേരത്തെയും ഈ വിഷയം ഉയർന്നു വന്നതാണ്. അതിനുശേഷം ചില പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഏറെ നാൾ നീണ്ടുപോയില്ല. ഇപ്പോൾ വീണ്ടും പഴയപടി തന്നെയായിരിക്കുകയാണ് കാര്യങ്ങൾ. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ റിപ്പോർട്ട് ഞങ്ങൾ വെക്കുകയാണ്. അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.